അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ആത്മീയ ചൂഷണത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു സലാത്ത് മജ്‌ലിസ്, 27-ാം രാവിന്റെ ഒരു സലാത്ത് മജ്‌ലിസ്. ഞാനന്ന് തിരുവരങ്ങാടി താഴേച്ചെനയിലാ നിൽക്കുന്നത്. സലാത്തിന്റെ തലേ ദിവസം എന്റെ നാട്ടുകാരനായ അബ്ബാസ് ഹാജി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 10,000 രൂപ നാളെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുവോ? എന്റെ ശരീരം മൊത്തം വലിയ വേദനയാണ്, ഞാൻ വേദനയിൽ കിടന്ന് പെടയാണ്. അദ്ദേഹം മക്കത്ത് നിന്നാ വിളിക്കുന്നത്, വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്. ഉസ്താദിനോട് ഈ വിവരം പറയലോടെ 10,000 രൂപ നിങ്ങൾ സലാത്തിന് കൊടുക്കോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. കേട്ടില്ലേ സഹോദരങ്ങളെ? പരിശുദ്ധ റമദാനിൽ അവസാനത്തെ 10-ലാണ് നമ്മളുള്ളത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന സമയമാണ്. 1000 മാസങ്ങളേക്കാൾ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ് പറഞ്ഞത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമേറിയ രാത്രിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവസാനത്തെ 10 പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ആളുകളെ പാടത്തേക്ക് കൊണ്ടുപോവുകയാണ്, സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? മുസ്ലിയാരിപ്പം നിങ്ങൾ കേട്ടല്ലോ. എന്താ പറഞ്ഞത്? മക്കയിൽ നിന്ന് അബ്ബാസ് ഹാജി വിളിച്ചു. അദ്ദേഹത്തിന് ദേഹമാസകലം വേദനയാണ്, പ്രയാസങ്ങളാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, സ്വലാത്ത് നഗറിൽ ദുആ ചെയ്യാൻ എന്ത് ചെയ്യണം? 10,000 രൂപ കൊടുക്കണം. എത്രേ? 10,000 രൂപ. നമസ്കരിക്കുവാൻ പൈസ വേണമോ? നോമ്പ് നോൽക്കുവാൻ പൈസ വേണമോ? അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ പൈസയുടെ ആവശ്യമെന്ത്? സ്വലാത്ത് ചൊല്ലിയാൽ പുണ്യമുണ്ട്. സാധാരണ പറയാറുണ്ട് മുജാഹിദുകൾക്ക് സ്വലാത്തില്ല. എന്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത്? മുജാഹിദുകൾ ഇവർ ചെയ്യുന്ന ഈ തോന്നിവാസത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് കാരണം. സ്വലാത്ത് ചൊല്ലിയാൽ മൻ സ്വല്ലാ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശ്ർ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം കിട്ടുമെന്നാണ്. സാധാരണ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ചൊല്ലുക, പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, സ്വലാം ചൊല്ലുക, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എന്നാൽ ഇങ്ങനെ ഒരു രീതി ആരാണ് പഠിപ്പിച്ചത്? എന്നിട്ടോ സ്വലാത്ത് നഗറിൽ ചെല്ലുന്നത് സ്വലാത്താണോ? പൈസ കൊടുക്കുന്നു, ഈ രൂപത്തിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് അവിടെ സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ കേൾക്കുക. പ്രവാചകനോട് നേരിട്ട് വിളിച്ച് ദുആ ചെയ്യുകയാണ്. നിങ്ങൾ അതിലേക്കൊന്ന് ശ്രദ്ധിച്ചെടുക്കുകയാണ്. രക്ഷിച്ചവരാണ് തങ്ങള്, ഞങ്ങൾക്കത് വേണം 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 തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, അതിന്റെ പ്രതിഫലം വേണം തങ്ങള്, 1000 മാസവും വേണം തങ്ങള്, അതിനൊന്നും കുറയരുത് തങ്ങള്, ഞങ്ങൾക്ക് വേണം തങ്ങള്. സാധുക്കളാണ് തങ്ങള്, ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്, നിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇത് സ്വലാത്താണോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചതെങ്കിൽ ആ പ്രവാചകനോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയണത്? ലൈലത്തുൽ ഖദർ വാങ്ങിത്തരണം തങ്ങളെ, 1000 മാസവും വേണം തങ്ങളെ, അതിലൊന്നും കുറയരുത് തങ്ങളെ, നിങ്ങൾ പാവികളാണ് തങ്ങളെ എന്നിങ്ങനെ പറയുകയാണ്. പ്രവാചകനോടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്.